ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. കേരളം, പുതുച്ചേരി, അസം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കനത്ത പോളിംഗ് രേഖപ്പെടുത്തിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെണ്ണൽ മെയ് 4-ന്. പശ്ചിമബംഗാളിൽ രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന്. തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിലും പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. കേന്ദ്ര സായുധ പോലീസ് സേന പൊതുഭരണ നിയമം 2026 വിജ്ഞാപനം ചെയ്ത് കേന്ദ്ര സർക്കാർ. സെൻസസ് നടപടികളുടെ ആദ്യഘട്ടത്തിൽ രാജ്യത്ത് ഇതുവരെ 5,72,000-ലധികം കുടുംബങ്ങൾ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം പ്രയോജനപ്പെടുത്തിയതായി രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ. ഇറാനുമായുള്ള നിലവിലെ വെടിനിർത്തലിൽ ആശങ്ക അറിയിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം സംബന്ധിച്ച നിബന്ധനകൾ ഇറാൻ പാലിക്കുന്നില്ലെന്ന് ആരോപണം. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 78.27% പോളിംഗ്. 140 നിയമസഭാ മണ്ഡലങ്ങളിലായി ഇന്നലെ നടന്ന വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു. 81.36% പോളിംഗ് രേഖപ്പെടുത്തിയ കോഴിക്കോട് ജില്ലയിലാണ് വോട്ടിംഗ് ഏറ്റവും കൂടുതൽ. പാലക്കാട് ജില്ലയാണ് തൊട്ടുപിന്നിൽ. 70.76% പോളിംഗ് രേഖപ്പെടുത്തിയ പത്തനംതിട്ടയിലാണ് വോട്ടിംഗ് ശതമാനം ഏറ്റവും കുറവ്. എറണാകുളം, കാസർഗോഡ്, മലപ്പുറം ജില്ലകളിൽ 79% മുകളിലും, കണ്ണൂർ, വയനാട് ജില്ലകളിൽ 78% മുകളിലും, തിരുവനന്തപുരം, ആലപ്പുഴ, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ 77% മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തി. കൊല്ലം ജില്ലയിൽ 76 മുകളിലും, കോട്ടയത്ത് 74.77% പോളിംഗ്. അന്തിമ കണക്കുകൾ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് 76 വോട്ടിംഗ് ശതമാനം. പോളിംഗ് ശതമാനത്തിലെ വർധന ആർക്ക് ഗുണകരമാകും എന്ന വിലയിരുത്തലിലാണ് മുന്നണികൾ. കേരളത്തിന് പുറമെ ഇന്നലെ വോട്ടെടുപ്പ് നടന്ന അസമിൽ 85.91%, പുതുച്ചേരിയിൽ 89.87% പോളിംഗ് നിരക്ക്. കേരളം ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന എല്ലായിടത്തും അടുത്ത മാസം 4-നാണ് വോട്ടെണ്ണൽ. പോളിംഗ് നടപടികൾ പൂർത്തിയാക്കി സ്വീകരണ കേന്ദ്രങ്ങളിൽ എത്തിച്ച ബാലറ്റ് യൂണിറ്റുകൾ സ്ട്രോങ് റൂമുകളിൽ കനത്ത സുരക്ഷയിലാണ് സൂക്ഷിക്കുന്നത്. വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിക്കുന്ന സ്ട്രോങ് റൂമുകൾക്ക് കേന്ദ്രസേനയെയും സായുധ സേനയെയും ലോക്കൽ പോലീസിനെയും ഉൾപ്പെടുത്തി 3 തട്ടുകളിലുള്ള സുരക്ഷാ സംവിധാനമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. സംസ്ഥാനത്ത് വോട്ടെടുപ്പ് പൂർത്തിയായെങ്കിലും മാതൃകാ പെരുമാറ്റച്ചട്ടം തുടരും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം അനുസരിച്ച് മെയ് 6 വരെയാണ് സംസ്ഥാനത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുക. ഇക്കാലയളവിലെ മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനം സംബന്ധിച്ച കാര്യങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരിക്കും തീരുമാനങ്ങൾ കൈക്കൊള്ളുക. ഈ തീരുമാനങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കി കഴിഞ്ഞ ശേഷം ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ നൽകുന്ന തെരഞ്ഞെടുപ്പ് കേസുകൾ വഴി മാത്രമായിരിക്കും ചോദ്യം ചെയ്യാനാവുക. മാതൃകാ പെരുമാറ്റച്ചട്ടങ്ങളിൽ ഇളവ് അഭ്യർത്ഥിച്ച വിവിധ വകുപ്പുകൾക്കും മന്ത്രാലയങ്ങൾക്കും ഓൺലൈനായി നേരിട്ട് അപേക്ഷ നൽകാനും സംവിധാനമുണ്ട്. ഇത്തരത്തിലുള്ള കേസുകൾ സ്ക്രീനിംഗ് കമ്മിറ്റി പരിശോധിക്കുകയും നിരസിക്കുകയോ നടപടിയെടുക്കാനായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് ശുപാർശ നൽകുകയോ ചെയ്യും. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് ഇതിൽ തീരുമാനമെടുക്കുകയോ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അയക്കുകയോ ചെയ്യാനാവും. പശ്ചിമബംഗാളിൽ രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കും. ഒന്നാംഘട്ട തെരഞ്ഞെടുപ്പിനായുള്ള പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിനം ഇന്നലെയായിരുന്നു. ഈ മാസം 23, 29 തീയതികളിലാണ് പശ്ചിമബംഗാളിൽ വോട്ടെടുപ്പ്. ഈ മാസം 23-ന് വോട്ടെടുപ്പ് നടക്കുന്ന തമിഴ്നാട്ടിലും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്നലെ അവസാനിച്ചു. ഇരു സംസ്ഥാനങ്ങളിലും പ്രമുഖ നേതാക്കളെ അടക്കം എത്തിച്ച് പ്രചാരണം ഊർജിതമാക്കിയിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. കേന്ദ്ര സായുധ പോലീസ് സേന പൊതുഭരണ നിയമം 2026 വിജ്ഞാപനം ചെയ്ത് കേന്ദ്ര സർക്കാർ. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്നലെ ബില്ലിന് അംഗീകാരം നൽകിയിരുന്നു. ഉദ്യോഗസ്ഥരുടെ നിയമനം, സേവന വ്യവസ്ഥകൾ എന്നിവയിൽ നിലനിൽക്കുന്ന വൈരുദ്ധ്യങ്ങൾ ഒഴിവാക്കി ഇവ ഏകീകരിക്കുകയാണ് നിയമത്തിന്റെ ലക്ഷ്യം. ഇന്ത്യയും മൌറീഷ്യസും തമ്മിലുള്ള പങ്കാളിത്തം മികച്ച പുരോഗതി കൈവരിച്ചതായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. പോർട്ട് ലൂയിസിൽ മൌറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ രാങ്കൂലവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമുദ്ര സഹകരണം, വികസന പങ്കാളിത്തം, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകൾ ചർച്ച ചെയ്തതായി ശ്രീ ജയശങ്കർ അറിയിച്ചു. During the state visit of Prime Minister Narendra Modi to Mauritius in March 2025, our two governments jointly agreed to elevate bilateral ties to an enhanced strategic partnership, a decision that stands as a powerful testament to the enduring bonds of history, of culture, and of mutual trust that has long united our peoples. This elevation equally reflects the expanding scope and deepening substance of our cooperation across a wide range of shared priorities. മൌറീഷ്യസിൽ ഇന്ന് ആരംഭിക്കുന്ന 9ാമത് ഇന്ത്യൻ ഓഷ്യൻ കോൺഫറൻസിലും ശ്രീ ജയശങ്കർ പങ്കെടുക്കും.
പര്യടനത്തിന്റെ രണ്ടാം പാദത്തിൽ വിദേശകാര്യമന്ത്രി നാളെ UAE സന്ദർശിക്കും. പാക് സിലിക്ക കൂട്ടായ്മയ്ക്ക് കീഴിൽ നിർമ്മിത ബുദ്ധി, നിർണായക ധാതുക്കൾ തുടങ്ങിയ മേഖലകളിലെ സാമ്പത്തിക സാങ്കേതിക സഹകരണം വർദ്ധിപ്പിക്കാൻ ഇന്ത്യയും അമേരിക്കയും ധാരണയായി. വാഷിംഗ്ടണിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും US അണ്ടർ സെക്രട്ടറി ജേക്കബ് എസ് ഹെൽബർഗും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് ഈ തീരുമാനം. അമേരിക്കൻ സുരക്ഷാ ഏജൻസി FBIയുടെ ഡയറക്ടർ കാഷ് പട്ടേലുമായും ശ്രീ വിക്രം മിശ്രി വാഷിംഗ്ടണിൽ ചർച്ച നടത്തി. ഭീകരവാദം, സംഘടിത കുറ്റകൃത്യങ്ങൾ, മയക്കുമരുന്ന് കടത്ത് എന്നിവ നേരിടുന്നതിലെ ഉഭയകക്ഷി സഹകരണത്തെക്കുറിച്ച് ഇരുവരും ആശയങ്ങൾ പങ്കുവച്ചതായി USലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. 3 ദിവസത്തെ സന്ദർശനത്തിനായി അമേരിക്കയിലെത്തിയ വിക്രം മിശ്രി ഇതിനോടകം US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ഉൾപ്പെടെയുള്ള പ്രമുഖരുമായും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സെൻസസ് 2027 നടപടികളുടെ ആദ്യഘട്ടത്തിൽ രാജ്യത്ത് ഇതുവരെ 5,72,000-ലധികം കുടുംബങ്ങൾ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം പ്രയോജനപ്പെടുത്തിയതായി രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ. കർണാടക, ഗോവ, ലക്ഷദ്വീപ് ഉൾപ്പെടെ 11 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് നിലവിൽ സെൽഫ് എന്യൂമറേഷൻ നടക്കുന്നത്. ഏപ്രിൽ 1 ആരംഭിച്ച ഈ സൌകര്യം ഈ മാസം 15 വരെ ലഭ്യമാകും. വീട് പട്ടികപ്പെടുത്തലും ഭവന സെൻസസും ഈ മാസം 16 മുതൽ മെയ് 15 വരെയും ജനസംഖ്യാ കണക്കെടുപ്പ് അടുത്ത വർഷം ഫെബ്രുവരിയിലുമാണ് നടക്കുക. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് മരുന്നുകളുടെ തടസ്സമില്ലാത്ത വിതരണം ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ സംയോജിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്ന് കേന്ദ്ര ഫാർമസ്യൂട്ടിക്കൽസ് വകുപ്പ് ജോയിന്റ് സെക്രട്ടറി സത്യപ്രകാശ് TL. ആഗോള വിതരണ ശൃംഖലകളിൽ തടസ്സം നേരിട്ടെങ്കിലും രാജ്യത്ത് മരുന്നുകളുടെ വിലയിൽ വലിയ വർധനയുണ്ടായിട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇറാനുമായുള്ള നിലവിലെ വെടിനിർത്തലിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആശങ്ക അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം സംബന്ധിച്ച നിബന്ധനകൾ ഇറാൻ പാലിക്കുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. കടലിടുക്കിലൂടെ ടാങ്കറുകൾ കടത്തിവിടുന്നതിന് ഇറാൻ ഫീസ് ഈടാക്കുന്നതിനെതിരെയും ട്രംപ് മുന്നറിയിപ്പ് നൽകി. 2 ആഴ്ചത്തെ വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടായതിനെ തുടർന്ന് മേഖലയിൽ പുതിയതായി ആക്രമണ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നാണ് ലഭിക്കുന്ന വിവരം. അതേസമയം ലെബനനിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ മരണം 303 ഹിസ്ബുള്ളയ്ക്കെതിരെ ആക്രമണം തുടരുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു വ്യക്തമാക്കി. ലെബനനുമായി നേരിട്ടുള്ള ചർച്ചകൾ എത്രയും വേഗം ആരംഭിക്കാൻ മന്ത്രിസഭയ്ക്ക് നിർദ്ദേശം നൽകിയതായും നെതന്യാഹു അറിയിച്ചു. ഡിജിറ്റൽ തട്ടിപ്പുകൾ തടയുന്നതിനുള്ള കൂടുതൽ നടപടികൾ ഉൾക്കൊള്ളുന്ന പ്രബന്ധം റിസർവ് ബാങ്ക് പുറത്തിറക്കി. RBIയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി അടുത്ത മാസം 8 വരെ ഇതു സംബന്ധിച്ച അഭിപ്രായങ്ങൾ അറിയിക്കാം. 2025-ൽ 22,931 കോടി രൂപയുടെ 28 ലക്ഷത്തോളം സൈബർ തട്ടിപ്പുകൾ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തതായി നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടൽ വ്യക്തമാക്കുന്നു. തട്ടിപ്പുകൾ തടയുന്നതിന് 4 അധിക നടപടികളാണ് RBI നിർദ്ദേശിച്ചിരിക്കുന്നത്. 10,000 രൂപയിൽ കൂടുതലുള്ള ഡിജിറ്റൽ പേയ്മെന്റ് പൂർത്തിയാക്കുന്നതിന് 1 മണിക്കൂർ സമയം ഏർപ്പെടുത്താനുള്ള നിർദ്ദേശമാണ് ഇതിലൊന്ന്. ഈ സമയപരിധിക്കിടെ പണമിടപാട് റദ്ദാക്കാനുള്ള സൌകര്യവും അനുവദിക്കും. മുതിർന്ന പൌരന്മാർ, ഭിന്നശേഷിക്കാർ എന്നിവർക്ക് പണമിടപാടിലെ അധിക സുരക്ഷയ്ക്കായി വിശ്വസ്ത വ്യക്തിയെ നിർദ്ദേശിക്കാനുള്ള വ്യവസ്ഥയും റിസർവ് ബാങ്ക് മുന്നോട്ട് വയ്ക്കുന്നു. അക്കൌണ്ട് ഉടമകൾക്ക് വ്യത്യസ്ത ഡിജിറ്റൽ പണമിടപാടുകൾക്കുള്ള പരിധി സ്വന്തമായി നിശ്ചയിക്കുന്നതിനുള്ള വ്യവസ്ഥയും ഇതിൽ ഉൾപ്പെടുന്നു. അംബേദ്കർ ജയന്തി പ്രമാണിച്ച് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് ഈ മാസം 14 അവധി. ഇതു സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കി. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. ഗുവാഹത്തി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 3 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് സ്പോർട്ടിംഗ് ഡൽഹിയെയും ഗോവ ഒഡീഷയും നേരിടും. വൈകുന്നേരം 5 മണിക്കും 7:30-നുമാണ് മത്സരങ്ങൾ. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളം, പുതുച്ചേരി, അസം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കനത്ത പോളിംഗ് രേഖപ്പെടുത്തിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെണ്ണൽ മെയ് 4-ന്. പശ്ചിമബംഗാളിൽ 2ാം ഘട്ട തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന്. തമിഴ്നാട്ടിലും പശ്ചിമബംഗാളിലും പ്രചാരണം ശക്തമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. കേന്ദ്ര സായുധ പോലീസ് സേന പൊതുഭരണ നിയമം 2026 വിജ്ഞാപനം ചെയ്ത കേന്ദ്ര സർക്കാർ. സെൻസസ് നടപടികളുടെ ആദ്യഘട്ടത്തിൽ രാജ്യത്ത് ഇതുവരെ 5,72,000-ലധികം കുടുംബങ്ങൾ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം പ്രയോജനപ്പെടുത്തിയതായി രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ. ഇറാനുമായുള്ള നിലവിലെ വെടിനിർത്തലിൽ ആശങ്ക അറിയിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം സംബന്ധിച്ച നിബന്ധനകൾ ഇറാൻ പാലിക്കുന്നില്ലെന്ന ആരോപണം. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.